ഒന്ന് രണ്ട് വർഷമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അത് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ഭയങ്കര താങ്ക്ഫുൾ ആണ് ഞാൻ. കഴിഞ്ഞ വർഷം ഈ ഒരു ബർത്ത്ഡേയുടെ ഡേറ്റിലാണ് നമുക്ക് വീടിൻ്റെ നമ്മൾ താമസിക്കുന്ന ഇപ്പോഴത്തെ വീടിൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. ഈ ഒരു ദിവസമായിരുന്നു. കഴിഞ്ഞ വർഷത്തിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു അത്. തമ്പുരാനോട് ചോദിച്ചപ്പോൾ എനിക്ക് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു സർപ്രൈസ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ആ ഒരു സംഭവം. പക്ഷേ ഇത്തവണയാണെങ്കിലും എന്നെ ഞെട്ടിച്ച് കളഞ്ഞെന്ന് വേണം പറയാൻ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു ദിവസം എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു സംഭവം കയ്യിൽ വരുമെന്നുള്ളത്. നമ്മളൊരു കാര്യം ഇൻറ്റൻസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ വന്നു ചേരും. അത് ഇന്ന സമയമൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ വരും. നല്ലതല്ലെങ്കിൽ അത് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതിനായിരിക്കത്തില്ല ലൈഫിൽ. അതുകൊണ്ടാണ് മാറിപ്പോകുന്നത്. ഹലോ ഗൈസ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ചെറിയ ഹാപ്പിനെസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 വർഷമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അത് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ഭയങ്കര താങ്ക്ഫുൾ ആണ് ഞാൻ. എന്താണെന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനറ്റ് മേരി. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഈ ഒരു ചാനൽ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത് 2021 നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ടിക്ടോക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീഡിയോഗ്രാഫി കുറച്ച് ടഫാണ്. ഞാൻ തന്നെയാണ് ഷൂട്ടിങ്ങും അതുപോലെ തന്നെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ക്യാമറയുള്ളൊരു ഫോൺ വേണ്ടത് അത്യാവശ്യമായിരുന്നു കേട്ടോ. കുറച്ചധികം നാളായിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സാംസങ് S21 FE ആണ്. അത് നല്ല ഫോണാണ്. പക്ഷേ ഞാൻ ഫ്രണ്ട് ക്യാം വെച്ച് ഷൂട്ട് ചെയ്യുമ്പം കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അതുപോലെ തന്നെ ഫോക്കസും അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷനൊക്കെ കുറച്ച് കമ്മിയാണ്. എനിക്ക് ഫ്രണ്ട് ക്യാം കുറച്ചുകൂടെ നല്ലൊരു ക്യാമറ ഉള്ള ഫോൺ വേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് ക്യാം വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പലതും കാണാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ ഫോക്കസ്ഡ് ആണോ, നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, സെൻറ്റർ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പം ഞാൻ കുറച്ചധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ബാക്ക് ക്യാം വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഒരുപാട് ടേക്ക് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഷോട്ട് റെഡി ആവുന്നത്. അപ്പോൾ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ വീഡിയോസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പല വീഡിയോസും ഞാൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പകുതി തലയൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ചധികം ടഫായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു ഐഫോൺ വാങ്ങിക്കണം എന്നുള്ള കാര്യം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എനിക്ക് സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാമല്ലോ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഒരു ബെസ്റ്റ് ടൈം ആകുമ്പം നമ്മുടെ ലൈഫിൽ വന്ന് ചേരും എന്നുള്ളത്. അങ്ങനെ എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് കിട്ടിയതാണ് ഈ iPhone 17 Pro. ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ദൈവത്തോട്. കാരണം ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് ആ ഒരു ദിവസം അങ്ങനെ സർപ്രൈസ് ആയിട്ടൊരു സംഭവം എൻ്റെ കയ്യിൽ വരുമെന്നുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം ഈ ഒരു ബർത്ത്ഡേയുടെ ഡേറ്റിലാണ് നമുക്ക് വീടിൻ്റെ നമ്മൾ താമസിക്കുന്ന ഇപ്പോഴത്തെ വീടിൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. ഈ ഒരു ദിവസമായിരുന്നു. കഴിഞ്ഞ വർഷത്തിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു അത്. തമ്പുരാനോട് ചോദിച്ചപ്പോൾ എനിക്ക് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു സർപ്രൈസ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ആ ഒരു സംഭവം. പക്ഷേ ഇത്തവണയാണെങ്കിലും എന്നെ ഞെട്ടിച്ച് കളഞ്ഞെന്ന് വേണം പറയാൻ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു ദിവസം എനിക്ക് സർപ്രൈസ് ആയിട്ടൊരു സംഭവം കയ്യിൽ വരുമെന്നുള്ളത്. ഞാൻ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഉടനെ ഇല്ല, കുറച്ചും കൂടെ നോക്കിയിട്ട് വാങ്ങിക്കാം എന്നൊരു സിറ്റുവേഷനിൽ ഇരിക്കുമായിരുന്നു. പക്ഷെ അന്ന് തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് എന്നൊന്നില്ലാത്ത ഒരു സന്തോഷവും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളുമാണ് ഞാൻ ദൈവത്തോട്. അപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം നമ്മളൊരു കാര്യം ഇൻറ്റൻസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ വന്നു ചേരും. അത് ഇന്ന സമയമൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ വരും. നല്ലതല്ലെങ്കിൽ അത് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതിനായിരിക്കത്തില്ല ലൈഫിൽ. അതുകൊണ്ടാണ് മാറിപ്പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിച്ച് വഷളാക്കുന്നില്ല. നമുക്ക് അൺബോക്സിംഗിലേക്ക് പോകാം. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. മേളിലും താഴത്തെ ആ ഒരു സ്റ്റിക്കർ ജസ്റ്റ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെ കൂടെ കാണിച്ചുകൊണ്ട് പൊട്ടിക്കാൻ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഐഫോൺ നേരിട്ടിങ്ങനെ സ്വന്തമായിട്ട് കയ്യിൽ പിടിക്കുന്നത്. നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുമല്ലോ. അപ്പം എൻ്റെ സമയം ഇപ്പോഴാണ് ആയത്. അപ്പോൾ ഇതാണ് ഐഫോൺ. ഈ ഒരു കളറാണ് കിട്ടിയത്. ഐഫോൺ നേവി ബ്ലൂ പോലത്തെ ഒരു കളറാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബഹളം വെക്കുന്നുണ്ട്. കുറച്ച് നാളായിട്ട് ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അവരിങ്ങനെ ബഹളം വെക്കുന്ന കാരണം ഞാൻ ഷൂട്ടിങ് തുടങ്ങിയിട്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ഷൂട്ടിംഗ് ഒന്നും നടക്കാതെ വന്നത്. സോറി കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അൺബോക്സിങ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഈ ഒരു 2 സ്റ്റിക്കർ നമുക്ക് ഇവിടെ ഇങ്ങനെ പൊളിച്ച് കളയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ പൊളിച്ച് കളയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ പൊളിച്ച് കളഞ്ഞു. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. നമുക്ക് ഈ ബോക്സ് ഇങ്ങനെ തുറക്കാം. യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഞാൻ കയ്യിലോട്ട് എന്തായാലും എടുക്കട്ടെ.
നമുക്ക് ഇതിൻ്റെ അകത്തൊരു കേബിൾ വരുന്നുണ്ട്. എൻ്റെ അറിവിൽ നേരത്തെ ഈ കേബിളൊന്നും ഇല്ലായിരുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം എന്തായാലും കേബിളൊക്കെ ഒരു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കേബിൾ ആണെങ്കിലും നല്ലതാണ് കേട്ടോ, ബ്രൈഡഡ് കേബിളാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് ഫോൺ കാണിക്കാമേ. കണ്ടോ, ബ്രൈഡഡ് കേബിളാണ്. പിന്നെ അകത്ത് നമുക്ക് ആ ഒരു സിം ഇജക്ടർ ടൂളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ തന്നെ സേഫായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് വരാം. ഇതാണ് ഫോൺ. ഇതിൻ്റെ ബാക്ക് ക്യാം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, ജസ്റ്റ് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ 3 ഇതാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ജസ്റ്റ് ഇങ്ങനെ പൊളിക്കാമേ. യെസ്, അങ്ങനെ ഫൈനലി നമ്മുടെ കയ്യിലും ഐഫോൺ കിട്ടിയിരിക്കുവാണ്. എനിക്കിത് അത്യാവശ്യം വേണ്ട ഒരു സംഭവമായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇത് വേണമെന്ന് ആഗ്രഹിക്കത്തില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് ക്യാം വെച്ച് ഷൂട്ട് ചെയ്താൽ നമുക്ക് കണ്ടുകൊണ്ടെല്ലാം ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നല്ലതാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചത്. ഇത് എങ്ങനെ ഓണാക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഈ സൈഡിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. യെസ്, ഓണായി. അങ്ങനെ നമ്മുടെ കടിച്ചാപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. പോയോ? ആ, വന്നു. അപ്പം നമുക്ക് ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട് ഓണാക്കിയപ്പോൾ. ഞാനിവിടെ ഇംഗ്ലീഷ് കൊടുക്കുവാണ്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ഫോൺ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല, എനിക്ക് ഹസ്ബൻഡ് വന്നിട്ട് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഹസ്ബൻഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പിന്നീട് അപ്ഡേഷനൊക്കെ തരുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ദൈവത്തോട് ഈ ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയതിൽ. ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് എന്താണ് എൻ്റെ ഫോണിൽ വരാത്തതെന്ന്. അപ്പോൾ അതേ ആ സംഭവം വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഹസ്ബൻഡ് വന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഒത്തിരി താങ്ക്ഫുൾ ആണ് ദൈവത്തോട് ഈ ഒരു ദിവസം എനിക്ക് കിട്ടിയതിൽ. കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടി. ഞാൻ കുറച്ച് നേരത്തേക്ക് എനിക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു, ഇങ്ങനെ നെഞ്ചുവേദന പോലെയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഭയങ്കര താങ്ക്ഫുൾ ആണ് ദൈവത്തോട്. എന്തായാലും ഇനി അടിപൊളി വീഡിയോസ് വരും, സ്റ്റേ ട്യൂൺ. അപ്പം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ്. ഒരുപാട് വീഡിയോസ് വെയിറ്റിംഗ് ആണ്, എഡിറ്റിംഗ് ചെയ്യാനും അതുപോലെ തന്നെ ഷൂട്ടിംഗ് ചെയ്യാനൊക്കെ മനസ്സിൽ കുറച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എനിക്ക് പ്രാവർത്തികമാക്കാനുള്ള സാഹചര്യം ആകാത്തത് കൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത്. അതായിരുന്നു വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽ കണ്ടബിലേക്ക് ടപ്പ് ചെയ്യുന്നടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് സന്നു സൈനിങ് ഓഫ്. എന്താന്നുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി. ഇപ്പോൾ വീഡിയോഗ്രാഫി കുറച്ച് ടഫാണ്. ഞാൻ തന്നെയാണ് ഷൂട്ടിങ്ങും അതുപോലെ തന്നെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. സ്റ്റെബിലൈസേഷനൊക്കെ കുറച്ച് ബാക്ക് ക്യാം വെച്ചാൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ വാവ് നല്ല ബഹളം വെക്കുന്നുണ്ട്. ഇതെങ്ങനെ അപ്പൊ ഞാൻ എന്തായാലും ഇതിൽ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല.